വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2025 കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തേത് 2025 ജനുവരിയിൽ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുട്ടനാട്ടിലെ കർഷക കൂട്ടായ്മയാണ് 100 മേനി നന്ദി. 2025 ജനുവരിയിൽ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുട്ടനാട്ടിലെ കർഷക കൂട്ടായ്മയാണ് 100 മേനി നന്ദി. ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് ഈ കൂട്ടായ്മ. ഡോക്ടർ MS സ്വാമിനാഥന്റെ 100ാം ജന്മവാർഷികമാണ് 2025. കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കർഷക കൂട്ടായ്മ ചേർന്നത്. 1925 ഓഗസ്റ്റ് 7-നാണ് MS സ്വാമിനാഥൻ ജനിച്ചത്. 2025 100ാം ജന്മവാർഷികമാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അപ്പോൾ ഓർക്കുക, 1925 ഓഗസ്റ്റ് 7-നാണ് MS സ്വാമിനാഥൻ ജനിച്ചത്. 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്. അപ്പോൾ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7, മരണം 2023 സെപ്റ്റംബർ 28-ന്. ഇനി 1967-ലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. 1971 മാഗ്സസെ പുരസ്കാരം ലഭിച്ചു. 1972 പത്മഭൂഷൺ, 87 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചു. 1989 പത്മവിഭൂഷൺ ലഭിച്ചു. 2024 ഭാരതരത്നം ലഭിച്ചു. അപ്പോൾ ഓർക്കുക, 1967 പത്മശ്രീ ലഭിച്ചു, 71 മാഗ്സസെ പുരസ്കാരം, 72 പത്മഭൂഷൺ, 87 വേൾഡ് ഫുഡ് പ്രൈസ്, 89 പത്മവിഭൂഷൺ, 2024 ഭാരതരത്നവും ലഭിച്ചു. അടുത്തത്, രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മൻഖറിലാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ തേൻ ഗ്രാമം എന്ന ആശയം ടാബ്ലോ ആയിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഗോപ എന്നത് നോവൽ വിഭാഗമാണെന്ന് ഓർക്കുക. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ പത്നിയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് നോവലിന്റെ ഇതിവൃത്തം. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് കിട്ടിയ കൃതി ഗോപയാണ്. ഗോപ എന്ന നോവലിനാണ് കിട്ടിയത് K അരവിന്ദാക്ഷനെ. നമുക്കറിയാം, 2023 PN ഗോപികൃഷ്ണന് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്ന കൃതിക്കാണ്. ഇപ്പോൾ 2022 അംബികാസുധൻ മങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ, 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് K അരവിന്ദാക്ഷനുമാണ്, അദ്ദേഹത്തിന്റെ ഗോപ എന്ന കൃതിക്ക്. അടുത്തത്, 2025 150ാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 2025 150ാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത് സ്ഥാപിതമായത് 1875-ലാണ്. നിലവിൽ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2025 150ാം വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. 1875 സ്ഥാപിതമായി. നിലവിലെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണെന്ന് ഓർക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ടൂറിസം മന്ത്രിയാണ്. അടുത്തത്, 2026 ഇരട്ട വർഷമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും സ്പെയിനുമാണ്. 2026 ഇരട്ട വർഷമായിട്ട്, ഡ്യുവൽ വർഷമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും സ്പെയിനുമാണ്. സംസ്കാരം, ടൂറിസം, AI തുടങ്ങിയ മേഖലകളിലെ പുരോഗതി വിലയിരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2026 ഇരട്ട വർഷമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യമാണ് സ്പെയിന്. അടുത്തൊരു കവിതാ സമാഹാരമാണ്. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാണ്. കഥകളി ആചാര്യനാണ്. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കഥകളി ആചാര്യനായ കലാമണ്ഡലം ഗോപിയാണ്.
നെക്സ്റ്റ്, അടുത്തിടെ നോ ഹെൽമറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നോ ഹെൽമറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഹെൽമറ്റ് ധരിക്കാതെ എത്തുന്ന ഇരുചക്ര വാഹന യാത്രികരുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കില്ല എന്നാണ് നോ ഹെൽമറ്റ് നോ ഫ്യുവൽ എന്ന നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോ ഹെൽമറ്റ് നോ ഫ്യുവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അടുത്തത് 2025 ജനുവരിയിൽ പ്യൂമയുടെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു. 2025 ജനുവരിയിൽ പ്യൂമയുടെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാണ് PV സിന്ധു. അടുത്തത്, സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം ലഭിച്ചത് ശ്രീമൺ നാരായണാണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം ലഭിച്ചത് ശ്രീമൺ നാരായണാണ്. ഇദ്ദേഹം ഒരു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇതിൻ്റെ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണെന്ന് ഓർക്കുക. സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം ലഭിച്ച ശ്രീമൺ നാരായണാണ്. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് S ജയശങ്കറാണ്. വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കറാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന S ജയശങ്കറാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അടുത്തത്, 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യറാണ്. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യറാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ചതും ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ചതും ഈ വർഷത്തെ പഞ്ചാബ് കിങ്സിൻ്റെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ്. അപ്പോൾ 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ശ്രേയസ് അയ്യർ. അടുത്തത്, ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം, നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം തെലങ്കാനയിലെ നിസാമാബാദാണ്. ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം തെലങ്കാനയിലെ നിസാമാബാദാണ്. 2025 ജനുവരി 14 ന്യൂഡൽഹിയിലാണ് നാഷണൽ ടർമറിക് ബോർഡ് രൂപീകരിക്കുന്നത്. കർഷകരെ ശാക്തീകരിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ മഞ്ഞൾ ബോർഡ് രൂപീകരിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ 70%-ലധികം മഞ്ഞൾപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ പല്ലേ ഗംഗാറെഡ്ഡിയാണ്. ഓർക്കുക, 2025 ജനുവരി 14 ന്യൂഡൽഹിയിലാണ് നാഷണൽ ടർമറിക് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം തെലങ്കാനയിലെ നിസാമാബാദാണ്. അടുത്തത്, 2025 ജനുവരിയിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനം കൊച്ചിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനുമാണ്. 2025 ജനുവരിയിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, 2ാമത്തേത് കൊച്ചിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനുമാണ്. നെക്സ്റ്റ്, 55ാമത് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തിൻ്റെ വേദി ദാവോസ് ആണ്. 55ാമത് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തിൻ്റെ വേദി ദാവോസ്. അടുത്തത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളുടെ ചരിത്രം പറയുന്ന ഡോക്യുമെൻ്ററി സീരീസാണ് ദി ഗ്രേറ്റസ്റ്റ് റൈവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളുടെ ചരിത്രം പറയുന്ന ഡോക്യുമെൻ്ററി സീരീസാണ് ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. അടുത്തത്, 2025 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് കേരളമാണ്. റണ്ണറപ്പ് സർവീസസ് ആണ്. ഇനി വനിതാ വിഭാഗമാണെങ്കിൽ റെയിൽവേസ് ആണ് ജേതാക്കളായത്. റണ്ണറപ്പായത് കേരളം. 2025 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് കേരളമാണ്. റണ്ണറപ്പ് സർവീസസ്. ഇനി വനിതാ വിഭാഗമാണെങ്കിൽ റെയിൽവേസ് ആണ് ജേതാക്കളായത്. റണ്ണറപ്പായത് കേരളം. അടുത്തത്, കേരള കലാമണ്ഡലത്തിലെ ആദ്യ നൃത്ത അധ്യാപകൻ RLV രാമകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ നൃത്ത അധ്യാപകൻ RLV രാമകൃഷ്ണനാണ്. ഭരതനാട്യ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ഇദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അടുത്തത്, 2025 ജനുവരിയിൽ ISRO ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായണാണ്. 2025 ജനുവരിയിൽ ISRO ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ V നാരായൺ. ISROയുടെ 11ാമത് ചെയർമാനാണ് ഡോക്ടർ V നാരായൺ. തമിഴ്നാട് സ്വദേശിയാണ്. നമുക്കറിയാം, ISROയുടെ 10ാമത്തെ ചെയർമാൻ S സോമനാഥ് ആയിരുന്നു. 2022 ചെയർമാനായത്. മലയാളിയാണ് S സോമനാഥ്. ആലപ്പുഴ സ്വദേശിയാണ്. നെക്സ്റ്റ്, ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനറാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക് LPV.
ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനറാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക്. എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചതെന്ന് ഓർക്കുക. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് 2025 ജനുവരി 15 വിക്ഷേപിച്ചത്. അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് സ്പെയ്ഡെക്സ് മിഷൻ, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത ഇരട്ട ഉപഗ്രഹ ദൗത്യമാണ് സ്പെയ്ഡെക്സ് മിഷൻ. വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം PSLV C-60 ആണ്. ഇതിന്റെ ലക്ഷ്യം ബഹിരാകാശത്ത് വെച്ച് വ്യത്യസ്ത 2 ബഹിരാകാശ പേടകങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സാങ്കേതികവിദ്യയുടെ പരീക്ഷണമാണ് സ്പെയ്ഡെക്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 2024 വിക്ഷേപിച്ചു, 2025 ലക്ഷ്യം കൈവരിച്ചു. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ഓർക്കുക, സ്പെയ്ഡെക്സ് മിഷൻ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം PSLV C-60 ആണ്. അടുത്തത് മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അടുത്തത് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ നേടിയത് 435 റൺസാണ്. ഈ ഒരു സ്കോർ അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. അടുത്തത് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. അടുത്തത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി 2025 തിരുവനന്തപുരമാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി 2025 വേദി തിരുവനന്തപുരമാണ്. നെക്സ്റ്റ് 2025 പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സച്ചിൻ തെണ്ടുൽക്കറാണ്. 2025 പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സച്ചിനാണ്. അടുത്തത് മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ പിരമിഡ് എന്ന റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ ആർമിയുടെ ടീമാണ് ഡെയർ ഡെവിൾസ്. മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ പിരമിഡ് എന്ന റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ ആർമിയുടെ ടീമാണ് ഡെയർ ഡെവിൾസ്. അടുത്തത് കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം, കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അടുത്തത് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറാ ജോസഫാണ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറാ ജോസഫാണ്. സാറാ ജോസഫിന്റെ മറ്റു കൃതികളാണ് ബുധിനി, ആലാഹയുടെ പെൺമക്കൾ തുടങ്ങിയവ. അടുത്തത് 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. 2ാം സ്ഥാനത്ത് വിയറ്റ്നാമാണ്. 3ാം സ്ഥാനത്ത് കൊളംബിയ. ഇനി ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയുടെ 3 ഭാഗവും റോബസ്റ്റ, അറബിക്ക തുടങ്ങിയ ഇനങ്ങളാണെന്ന് ഓർക്കുക. അടുത്തത് 2025 നടന്ന കാഴ്ചപരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് മധ്യപ്രദേശാണ്. 2025 നടന്ന കാഴ്ചപരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് മധ്യപ്രദേശാണ്. ഇത് നടന്നത് കൊച്ചിയിൽ വെച്ചാണ്. ബ്രാൻഡ് അംബാസഡർ മിന്നുമണിയായിരുന്നു. ഫൈനലിൽ കർണാടകയാണ് പരാജയപ്പെടുത്തിയത്. 2025 നടന്ന കാഴ്ചപരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് മധ്യപ്രദേശ്, ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തി. അടുത്തത് 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിച്ച കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിച്ച കേരള നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന്റെ തലേദിവസം അന്തരിച്ച കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. 1950 ജനുവരി 25 ഡോക്ടർ പൽപ്പു അന്തരിക്കുന്നത്. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നുകൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത്.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്